കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവുമായി സംവാദത്തിന് തുടക്കമിട്ട് മുഖ്യമന്ത്രി. പത്രത്തിലൂടെയാണ് ഇപ്പോൾ സംവാദത്തിന് ക്ഷണിച്ചിരിക്കുന്നത്. മരിച്ചവരെ പോക്കറ്റടിച്ചവരാണ് കോൺഗ്രസ്. മുണ്ടയ്ക്ക് പുനരധിവാസത്തിൽ പിരിച്ച പണം എവിടെയെന്ന് വ്യക്തമാക്കണമെന്നും സതീശൻ നുണയനാണ് എന്നും വീണ്ടും മുഖ്യമന്ത്രി. 10 വർഷത്തെ വികസനത്തെക്കുറിച്ചുള്ള തന്റെ FB പോസ്റ്റോടെ പ്രതിപക്ഷ നേതാവുമായി സംവാദം തുടങ്ങിക്കഴിഞ്ഞെന്നും പിണറായി വിജയൻ. ഒരു മാധ്യമത്തിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. റഹീസ് റഷീദ് മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിലാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവുമായി സംവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതും കടുത്ത വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മരിച്ചവരെ പോലും പോക്കറ്റടിച്ചവരല്ലേ ഞങ്ങൾ. ഇന്നലെ സ്വരാജ് ശവം തൂക്ക് എന്നൊരു പ്രയോഗമാണ് നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സ്വർണ്ണക്കൊള്ള ഒരു ഭാഗത്ത് പ്രതിപക്ഷം ഉയർത്തുമ്പോൾ സർക്കാർ അതിനെ നേരിടുന്നത് വയനാട്ടിലെ ഫണ്ടുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ രൂക്ഷമായ പ്രതികരണത്തിന് ഒരുപക്ഷെ ഇന്ന് പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞു വെക്കും അല്ലേ? റഹീസ് റഷീദ്, എന്താണ് മുഖ്യമന്ത്രിയുടെ നീക്കം, ഇടതുപക്ഷത്തിന്റെ നീക്കം? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. മുഖ്യമന്ത്രി ഇന്ന് എഴുതിയ കുറിപ്പ് ഇന്ന് അദ്ദേഹം 10 മണിക്ക് AKG സെന്ററിൽ വെച്ച് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സ്വാഭാവികമായും ആ കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാനാണ് സാധ്യത. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് മറുപടിയും പ്രതിപക്ഷ നേതാവിൽ നിന്ന് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കണം. ഇതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. ഒന്ന്, നമ്മളിൽ പല ആളുകളും വിചാരിച്ചു പ്രതിപക്ഷ നേതാവ് സംവാദത്തിന് മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു, മുഖ്യമന്ത്രി ആ സംവാദം ഏറ്റെടുക്കുന്നതായി ഫേസ്ബുക്ക് കുറിപ്പിടുന്നു, അടുത്ത ദിവസം ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നേരിട്ടൊരു സംവാദം നടക്കുമോ എന്ന് ചില ആളുകളെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ സംവാദം എന്ന് താൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു സംവാദമല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. വികസനം പറഞ്ഞ് സംവാദത്തിന് റെഡിയാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടുകൂടി തന്നെ സംവാദം തുടങ്ങിയെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. അതിനെന്തെങ്കിലും മറുപടി പ്രതിപക്ഷത്തിന് പറയാനുണ്ടെങ്കിൽ പറയട്ടെ, അതിന് തിരിച്ച് മറുപടി തന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അങ്ങനെ സംവാദം തുടരും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മറ്റൊന്ന്, വയനാട് ദുരിത പ്രദേശത്ത് വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഉന്നയിച്ചിരിക്കുന്നു. നുണയനാണ് പ്രതിപക്ഷ നേതാവെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അതിന് അദ്ദേഹം കാര്യം കൂടി പറയുന്നുണ്ട്. എത്ര രൂപ പിരിച്ചു, ഏത് അക്കൗണ്ടിലാണുള്ളത്, ഇപ്പോൾ എത്ര ബാക്കിയുണ്ട് എന്ന ചോദ്യം നിരന്തരം ഞങ്ങൾ ചോദിക്കുകയാണ്. അതിന് പ്രതിപക്ഷ നേതാവ് ഉത്തരം പറയുന്നില്ല. ആ ഉത്തരം പറയാത്തിടത്തോളം കാലം മരിച്ചു കിടക്കുന്നവരുടെ പോക്കറ്റിൽ നിന്ന് പണം കവരുന്ന കള്ളന്റെ സ്വഭാവത്തിലാണ് അവരുള്ളതെന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയുന്നതിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറയിപ്പിക്കരുതെന്ന് കോൺഗ്രസ് വിചാരിക്കാത്തിടത്തോളം കാലം പറഞ്ഞല്ലേ പറ്റൂ എന്നാണ് മുഖ്യമന്ത്രി ആ കുറിപ്പിൽ പറയുന്നത്. അരുൺകുമാർ.